ഹായ് അസ്സലാമലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ കാണിക്കുന്നത് ഒരു അടിപൊളി ബീഫ് ബിരിയാണി. ഇതിന് വേണ്ടി ഞാൻ 2 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് മുളകും പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലോണം മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് കുറച്ച് തൈരും കൂടി ഒഴിച്ച് നല്ലോണം ഒന്നുകൂടി അതിലേക്ക് വേവാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ചിങ്ങാണ്ട് വേവിക്കുക. ഇനി ഇതുപോലെ ഒരു പാൻ വെച്ചിട്ട് അത് ചൂടാകുമ്പോൾ അതിലേക്ക് നെയ്യ് ഇടുക. നെയ്യ് ചൂടാകുമ്പോൾ അതിലേക്ക് നമ്മൾ ഉള്ളി കട്ട് ചെയ്തിട്ടിട്ട് അത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. ഇതുപോലെ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ടത് ഇതുപോലെ ഒരു ബൗളിലേക്ക് മാറ്റുക. ആ നെയ്യിൽ തന്നെ നമ്മൾ നല്ലോണം അണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്തെടുക്കുക. അതും ഇതേപോലെ ഒരു ബൗളിലേക്ക് മാറ്റുക. ഇനി നമ്മൾ മസാല ഉണ്ടാക്കാൻ വേണ്ടി ഇതേപോലെ ചെമ്പട്ടി വെച്ചിങ്ങാണ്ട് അതിൽ ഇതേപോലെ ഉള്ളി നല്ലോണം വഴറ്റിയെടുക്കുക. ഉള്ളി വാടിക്കിട്ടാൻ വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്നും കൂടി ഇളക്കിങ്ങാണ്ട് വാട്ടിയെടുക്കുക. പിന്നെ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിൻ്റെ പച്ചമണം പോകുന്നവരെ നല്ലോണം വഴറ്റിയെടുക്കുക. പച്ചമുളക് ചതച്ചത് ഇട്ട് കൊടുക്കുക. അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ഇട്ട് മിക്സ് ചെയ്ത് വെക്കുക. എന്നിട്ട് അതിൻ്റെ പച്ചമണം പോകുന്നവരെ നല്ലോണം ഒന്നും കൂടി വഴറ്റിയെടുക്കുക. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മസാലയൊക്കെ ഇട്ട് അതിലേക്ക് പുളിക്ക് ആവശ്യത്തിനുള്ള തൈരും ഒഴിച്ചു കൊടുക്കുക. പിന്നെ അതിലേക്ക് ബീഫ് ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊണ്ട് നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. അരിഞ്ഞ് വെച്ചിരിക്കുന്ന മല്ലിച്ചപ്പും പുതിനൻ്റെ ഇലയൊക്കെ ഇട്ട് കൊടുക്കുക. അതൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ബിരിയാണിക്കുള്ള മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചോറ് കഴിക്കാൻ വെള്ളം വെച്ചിട്ട് അതിലേക്ക് കറാമ്പൂവും പട്ട ഏലക്കായ ഒക്കെ ഇടുക. അരി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് സൺഫ്ലവറും കൂടി ഒഴിച്ചു കൊടുക്കുക. പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. വെള്ളം തിളച്ച് വരുമ്പോൾ അതിലേക്ക് അരിയും കഴുകിയിട്ട് കൊടുക്കുക. ഇപ്പോൾ ചോറ് വെന്തിട്ടുണ്ട്. ചോറ് ഇപ്പോൾ വേറൊരു പാത്രത്തിലേക്ക് ഊറ്റിയിടുക. ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന മസാലയിൽ ചോറ് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ ആട്ടി വെച്ചിരുന്ന അണ്ടിപ്പരിപ്പും മുന്തിരി ഉള്ളിയൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. ഇതിൽ നിന്ന് കുറച്ച് മസാല നമ്മൾ മാറ്റി വെച്ചിരുന്ന മസാല മുകൾ ഭാഗത്തിൽ ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ മുകൾ ഭാഗത്ത് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ചോറിട്ട് പിന്നെ വാട്ടി വെച്ചിരിക്കുന്ന ഉള്ളി, അണ്ടിപ്പരിപ്പ്, മുന്തിരി, പിന്നെ അരിഞ്ഞ് വെച്ചിരുന്ന മല്ലിച്ചപ്പ് പുതിൻ്റെ ഇലയൊക്കെ മുകൾ ഭാഗത്തായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചോറ് ഇനി ദമ്മിടാൻ വേണ്ടിയിട്ട് അടച്ച് വെച്ച് അതിൻ്റെ മുകളിൽ കുറച്ച് തീ കോരിയിടുക. അതിൻ്റെ മുകളിൽ വെയിറ്റിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിൽ ശേഷം വെള്ളമാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് ദമ്മ് പൊട്ടിച്ച് ചോറും മസാലയൊക്കെ രണ്ടും പാടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബീഫ് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയുക.